അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ദാമ്പത്യം ഇണ എന്ന സംവിധാനം എത്ര മഹത്തരമായിട്ടാണ്. അമ്മയെ തസാഅലൂൻ സൂറത്ത് പഠിക്കാത്തവരാരും ഉണ്ടാവില്ല ഈ ക്ലാസ്സിൽ. ആ സൂറത്തിലെ 10 പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ടല്ലോ. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ, പർവ്വതം ദൃഷ്ടാന്തമാണ്, ഭൂമി ദൃഷ്ടാന്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ. അങ്ങനെ അത്ഭുതകരമായ അള്ളാൻ്റെ ദൃഷ്ടാന്തമാണ് നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്. ഭൂമിയുടെ ഏതോ ഒരു കോണിൽ കിടക്കുന്ന ഒരു പെണ്ണ് നമ്മുടെ ഭാര്യയായി മാറുന്നു. എത്രയോ ആളുകൾ പെണ്ണ് കാണാൻ വന്നിട്ട് അവസാനം ഈ ഇരിക്കുന്ന ഒരാളെ എനിക്ക് ഭർത്താവായി കിട്ടുന്നു. അത് അള്ളാഹ് തീരുമാനിച്ചൊരു തീരുമാനമാണ്. അത് അവസാനം തട്ടിക്കൂട്ടി മുട്ടി അത് ഇങ്ങനെ ഒത്തുവന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഇണകളായി ജീവിക്കുന്ന മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു 2 വികാരങ്ങളെ തന്നിരിക്കുന്നു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു തആല നിങ്ങൾക്കിടയിൽ ഇണകളായി നിങ്ങളെ സൃഷ്ടിച്ചത് ദൃഷ്ടാന്തമാണ്, അത്ഭുതമാണ്. സൂറത്ത് റൂം വായിക്കുമ്പോൾ കാണാം, രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത് ദൃഷ്ടാന്തമാണ്. സൂര്യൻ്റെ ചന്ദ്രൻ്റെ ചലനങ്ങൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. അള്ളാൻ്റെ അങ്ങനെ പഠിപ്പിച്ചതാണ്. ഇണകളായി അള്ളാഹ് നമ്മെ സംവിധാനിച്ചത് അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലൂടെ സമാധാനം കണ്ടെത്താനാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, കാരുണ്യവും സ്നേഹവും അള്ളാഹു നിങ്ങൾക്കിടയിൽ ഇട്ട് തന്നിരിക്കുന്നു. നല്ല ആരോഗ്യം, നല്ല ചോരത്തളപ്പൊക്കെയുള്ള സമയത്ത് നമുക്കുണ്ടാകും ഒരു മവദ്ദത്ത് ഉണ്ടാകും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഏറ്റത് പ്രേമ എല്ലാ നിലക്കുമുള്ള ആ ഒരു അവസ്ഥയിൽ നല്ല സന്തോഷവും സ്നേഹവും പ്രേമവും ഒക്കെ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു തുടക്ക കാലഘട്ടം ഉണ്ടാകുമല്ലോ. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ പ്രായമൊക്കെ ഒന്ന് ഇങ്ങനെ കൂടാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ആളെ സൈഡാക്കും. എത്രത്തോളം എന്ന് വെച്ചപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പ്രായമായ ദമ്പതികളുടെ മുമ്പിലുള്ള വല്ലാത്തൊരു വെല്ലുവിളിയാണ് പ്രായമായി എന്ന കാരണത്താൽ ഇനി ദാമ്പത്യങ്ങളൊന്നും അത്ര വല്ല പാടില്ലാത്തൊരവസ്ഥ. മൂപ്പരെങ്ങാനും പോയിട്ടൊന്ന് ഓളെടുത്ത് പോയി ഇരുന്നാൽ ഓള് പറയും, അല്ല മനസ്സാ വയസ്സായി എന്നുള്ള ഓർമ്മയില്ലേ എന്നുള്ള നീങ്ങിരിക്കും. ഒന്നെങ്ങാനും പോയി തൊട്ടാൽ അപ്പം മുപ്പത്തേര് ഒന്നുകൂടി തുടങ്ങും. കുട്ടികളി മാറിയിട്ടില്ലേ, എപ്പോഴും മേത്ത് തൊട്ട് വിളിക്കുക. അപ്പം ഇതൊന്നും ഇനി പറ്റൂല എന്നുള്ള ഒരു തിയറിയിലാണ് അവരുള്ളത്. എത്രയെത്ര മനുഷ്യന്മാരാണെന്നറിയോ, ഭാര്യ അല്ലെങ്കിൽ ഉമ്മ വേറെ റൂമിൽ, മകൻ ചെയ്തു കൊടുത്ത വലിയ സൗകര്യമാണ്, ഉമ്മ വേറെ റൂം ഉണ്ടാക്കി കൊടുത്ത്, ഉമ്മക്ക് വാപ്പാക്ക് വേറെ റൂം ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ എന്താണ് ദാമ്പത്യം? സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ മനോഹരമായ രീതി, ആ ഒരു മവദ്ദത്ത് അതേപോലെ നിലനിൽക്കേണ്ട ഒന്നാണ് റഹ്മത്ത്. ശരീരം ചുക്കിച്ചുളിയും, സൗന്ദര്യം നഷ്ടപ്പെടും, കല്യാണം കഴിച്ചപ്പോഴുണ്ടായിരുന്ന ആ പൈസയും ഒരു ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, പലതും കുറഞ്ഞു പോകും. അന്നും നമ്മളെ പിടിച്ചു നിർത്തുന്ന വികാരമാണ് റഹ്മത്ത്, കാരുണ്യം. 82 വയസ്സായ വല്ലിപ്പ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം വിളിച്ചു ചോദിക്കുന്നുണ്ട്, അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പ് ജനാപത്തുകാരനായിരുന്നു, കുളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണോ? അവർക്കത് ബോധ്യമുണ്ട്. ആ ആ വയസ്സിലും ആ കുടുംബത്തിനതിൻ്റെ ബോധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യന് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഈ ദാമ്പത്യം എന്നത് നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ബന്ധമാണ്, വൈവാഹിക ബന്ധം എന്നത്. ദാമ്പത്യ ജീവിതം ഒരു നന്മയുടെ വിളനിലമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. വ്യത്യസ്തങ്ങളായ 2 കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്തി 2നെയും ഒരു കുടുംബമാക്കി മാറ്റാൻ ഉള്ള ഒരു സവിശേഷമായ അവസ്ഥ ഒരു പുതിയ തലമുറക്ക് ജന്മം കൊടുക്കേണ്ടവർ എന്ന നിലക്ക് അറിഞ്ഞ് മനസ്സിലാക്കി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഉലമാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇസ്ലാം ശക്തമായി എതിർത്ത ഒരു മേഖലയാണ് വിവാഹം വേണ്ട, വിവാഹത്തിനോട് വൈമുഖ്യം, വിവാഹത്തിനോട് താല്പര്യക്കുറവ് എന്ന് പറയുന്ന അവസ്ഥ പല കാരണങ്ങൾ കൊണ്ട് വരുന്ന ആളുകളുണ്ട്. എൻ്റെ മുമ്പിൽ സ്വഹാബിമാരിൽ ചിലരൊക്കെ വന്ന് നബിതങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നവരെ പറ്റി പറയുന്നുണ്ട്. അവർ വന്നിട്ട് നബിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ച്, നബി രാത്രി നമസ്കരിക്കും, ഞാൻ ഇനി ഒറ്റ രാത്രിയും കടന്നുറങ്ങില്ല. നബിതങ്ങൾ വിവാഹമൊക്കെ കഴിച്ചിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറ്റൂല, ഞാൻ വിവാഹം കഴിക്കണില്ല. വിവാഹം കഴിക്കാതെ അള്ളാഹനെ ആരാധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിബിധങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നുണ്ട്.
എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിച്ചവനാണ്, നിങ്ങളെക്കാൾ തഖ്വ പാലിക്കുന്നയാളാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. വിവാഹത്തോട് വൈമുഖ്യം കാണിക്കുന്നത് തബത്തുൽ എന്ന് പറയും അറബിയിൽ, സന്യാസം കാണിക്കുന്നവർ. നബി തങ്ങൾ വിരോധിച്ചതാണ് തബത്തുൽ, സന്യാസിയായി ജീവിക്കുക. വേറെ ചില ഉലമാക്കന്മാർ പറയും വിവാഹം എന്നത് വൈകിപ്പിക്കരുതെന്ന് മാത്രമല്ല, ധൃതിപ്പെട്ടു ചെയ്യേണ്ടുന്ന ഒന്നാണ്. ചിലപ്പോൾ ഒരു സാവകാശം കാണിക്കേണ്ട ഒന്നല്ല, പിന്നെയാകാം എന്ന് മാറ്റേണ്ട ഒന്നല്ല. 5 കാര്യങ്ങളെക്കുറിച്ച് ഉലമാക്കന്മാർ പറയും. സാധാരണഗതിയിൽ അജലത്ത്, ധൃതി കാണിക്കുക എന്നുള്ളത് ശൈത്താനിയത്താണ്. എന്നാൽ ഈ 5 കാര്യങ്ങൾ, ഒരാളുടെ മയ്യത്ത് മരിച്ചാൽ അതിനെ വേഗത്തിൽ മറവ് ചെയ്യുക, ധൃതി കാണിക്കേണ്ടതാണ്. കടം വീട്ടാൻ ധൃതി കാണിക്കേണ്ടതാണ്. നേർച്ചകൾ പൂർത്തിയാക്കാൻ ധൃതി കാണിക്കേണ്ടതാണ്. അങ്ങനെ പഠിപ്പിച്ചതാണ്. വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് ഒരു തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത് പിന്നക്ക് നീട്ടി വെക്കേണ്ട ഒന്നല്ല. ഇന്ന് വിവാഹ ജീവിതത്തിനോട് താല്പര്യമില്ല. പരസ്പരം ലിവിങ് ടുഗദറും വേറെ ചില ബന്ധങ്ങളും കാര്യങ്ങളുമൊക്കെയായി നമ്മുടെ സമൂഹം പടർന്ന് പന്തലിച്ച അവസ്ഥയിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ വിലസിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെയൊക്കെ ദയനീയമായ പല മുഖങ്ങൾ നമ്മുടെ നാടുകളിലല്ലേ, അവിടുത്തെ ക്ലോസറ്റുകളിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ ക്യാമ്പസുകളിൽ കാണാൻ തുടങ്ങുന്നു. 16കാരി ഗർഭിണിയാകുന്നു. ഒട്ടനേകം സംഭവങ്ങൾ നമ്മളിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പറഞ്ഞ വിവാഹത്തോട് ജനങ്ങൾ താല്പര്യമേ കാണിക്കുന്നുമില്ല. ഈ ഒരു അവസ്ഥ വന്നാൽ സമൂഹം വലിയ വെല്ലുവിളികളായിരിക്കും നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നുണ്ട്, ഇണയായി തുണയായി ജീവിക്കുക എന്നത് പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക. ആ ഒരു വിവാഹത്തിൻ്റെ കരാർ ഒരാൾ ഏറ്റെടുക്കുമ്പോൾ തന്നെയും അള്ളാഹ് ബോധ്യപ്പെടുത്തുന്നത് ചെറിയൊരു വാക്കല്ലട്ടോ. ഒരു വീട്ടിൽ വളർന്ന, ആ വീട്ടിലെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും തങ്കക്കുടമായി ജീവിച്ചിരുന്ന, ആ വീടിൻ്റെ ഹൃദയമായിരുന്ന ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു ഹൃദയം പറിച്ച് വേറൊരു ഹൃദയത്തെ നമ്മൾ സ്ഥാപിക്കണം. അവിടെ ഹൃദയം മാറ്റി വെക്കലിന് ഒരുപാട് പണിയില്ലേ? അത് പണി കഴിഞ്ഞാൽ ഒരുപാട് ശ്രദ്ധിക്കല്ലേ? അങ്ങനെ ഇവരെ 2 പേരെയും ഒന്ന് നല്ല കെയർ ചെയ്യേണ്ടതുണ്ട്. ആ കരാറുണ്ടല്ലോ, പരസ്പരം പറഞ്ഞ് കൈ കൊടുക്കുന്ന വാക്കുണ്ടല്ലോ, വഅഖദിന മിൻകും മിസാഖൻ ഗലീലാ, ശക്തമായ കരാറാണ്. അതൊരു വെറും വാക്കല്ല. ഇതുവരെ ഹലാലാവാത്ത നമുക്ക് ഹലാലാക്കി തരാൻ മാത്രമുള്ള ശക്തമായ ഒരു കരാറാണ്. തൊലാക്ക് പഠിപ്പിക്കുമ്പോൾ പോലും പറഞ്ഞത്, ആ കരാറിൻ്റെ അവസ്ഥക്ക് ഇനി കോട്ടം സംഭവിക്കുമ്പോഴാണല്ലോ തൊലാക്ക് സംഭവിക്കുന്നത്. തൊലാക്ക് എന്ന് പറയുന്ന സൂറത്ത് തൊലാക്ക് എന്ന അധ്യായം പഠിച്ചാൽ പിന്നെ തൊലാക്കെല്ലാം തോന്നൂല. തൊലാക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരുപാട് നിബന്ധന പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നിബന്ധനകളൊക്കെ കൂടി പാലിച്ചാൽ പിന്നെ തൊലാക്ക് തന്നെ നടക്കൂല. അത്ര വരെ ആ സൂറത്തിൽ തന്നെ 2-3 സ്ഥലത്താണ് അള്ളാഹനെ സൂക്ഷിച്ചാൽ അള്ളാഹ് പോംവഴി ഉണ്ടാക്കും, അള്ളാഹ് പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ദാമ്പത്യ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില മര്യാദകൾ അതിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാമ്പത്യത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കുക, അവിടുത്തെ സ്വകാര്യതകൾ പുറത്ത് അറിയിക്കാതിരിക്കുക. അത് ദാമ്പത്യത്തിലേതെന്ന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ വല്ല സ്വകാര്യതകളും അറിഞ്ഞാൽ, മൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ വല്ല സ്വകാര്യതയും അറിഞ്ഞാൽ അത് മറച്ചു വെച്ചാൽ, സതറഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹ് അത് മറച്ചു വെക്കും. അള്ളാഹ് നമ്മുടെ ഇത് മറച്ചു വെക്കും. നമ്മൾ നാത്തൂൻ്റെയും മൂത്തച്ഛൻ്റെയും അമ്മോശൻ്റെയും അമ്മായിമാൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു സ്വകാര്യത എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് പ്രചരിപ്പിക്കുന്നവരായി മാറുകയല്ല നമ്മൾ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ദാമ്പത്യ ജീവിതത്തിൽ പലരും വ്ളോഗർമാരാണ്. അവരുടെ പണി എന്താ? ഓരോ ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരുടെ മുമ്പിൽ? നാട്ടുകാരുടെ മുമ്പിൽ. ഭർത്താവ് ഗൾഫിൽ നിന്ന് ആദ്യമായിട്ട് വരുന്നു, ചാടിക്കേറി കിസ് ചെയ്യുന്നു, കൊണ്ടേ കൊട്ടു. ഭർത്താവ് ആരും അറിയാതെ ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. വിവാഹ മണിയറ രഹസ്യങ്ങൾ വരെ അങ്ങനെ തുടങ്ങിയ പലതും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഹദീസ് ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ന മിൻ അഅ്ളമിൽ അമാനത്തി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ഏറ്റവും ശക്തമായ അമാനത്ത് അർറജുൽ, ഒരു മനുഷ്യൻ, യുഫ്ളി ഇലാ ഇംറഅത്തിൻ, ഒരാളുടെ ഭാര്യയിലേക്ക് സമീപിക്കുക.
അവൾ അവനിലേക്കും സമീപിക്കുകയാണ്. എന്നിട്ട് സുമ്മ യൻഷുറു സിർറഹ, അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയുക എന്നത് ഏറ്റവും വലിയ അമാനത്തിന് കോട്ടം വരുത്തുന്ന കാര്യമാണ് എന്നും മറ്റൊരു ഹദീസിൽ ഇന്ന മിൻ അശർരിന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ഷർറുള്ള ആൾക്കാരാണ് അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരിക. നമ്മുടെ സ്വകാര്യതകൾ അത് മറച്ചു വെക്കാനുള്ളതാണ് എന്ന ബോധ്യമാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ചില ഹദീസുകളിൽ അത്തരം സ്വഭാവമുള്ള ആളുകൾ ഷൈത്താനാണെന്ന പ്രയോഗം വരെ നമുക്ക് കാണാൻ, സ്വഹീഹുൽ ജാമിഇലൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു സഹോദരി അവൾ ഏറ്റവും നല്ലവളായ, നല്ല മര്യാദയുള്ള, അദബുള്ളവളായി മാറുന്നത് എപ്പോഴാ? ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഒരു സൽക്കർമ്മകാരിണിയായ പെണ്ണ്, സ്വാലിഹാത്തായ പെണ്ണ്, അവൾ ഖാനിതാത്താകുമ്പോഴാണ്, അനുസരിക്കുന്നവളാകുമ്പോഴാണ്, വിനയപ്പെടുന്നവളാകുമ്പോഴാ. ഞാൻ എന്തിനാ അവൻ അനുസരിക്കണം? കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞ് എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക് കുട്ടീനെ പഠിപ്പിക്കാൻ വിട്ടു. മഫ്ത ചുറ്റി, പിന്നൊക്കെ ചുറ്റി ഉഷാറായി ഇവിടുന്ന് പോയ കുട്ടി 4 മാസം കഴിഞ്ഞ്, നിക്കാഹ് മാത്രം കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് വരുന്നത് ഷാളും പിന്നും മഫ്തക്കൂരി നാട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കല്യാണം വേണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മായിമ്മൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല, നാത്തൂൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല, കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. അവർ തമ്മിൽ പ്രശ്നം പറയത്തക്കില്ല. കോളേജിൽ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഉപദേശം കൊടുത്തു, എന്തിനാ ഈ കല്യാണം കഴിക്കേണ്ട, വല്ല കാര്യമുണ്ടോ? യോൻ്റെ അടിമയായിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ? ഇപ്പോൾ വല്ല കാര്യം, ഞങ്ങളൊക്കെ കണ്ട് പഠിക്കാൻ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ പാടെ പൊളിമ കയറ്റിയപ്പോൾ ഓൾക്കും തോന്നി കല്യാണം വേണ്ട. ഈ സൂക്കടന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് മാരകമായി നമ്മുടെ ജീവിതങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുക. വിവാഹം കഴിഞ്ഞ് 5, 10, 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കേരളത്തിൽ ഈ കഴിഞ്ഞ 2025 വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1 മണിക്കൂറിൽ 6ഉം 7ഉം വിവാഹമോചനങ്ങളൊക്കെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 28ഓളം കുടുംബ കോടതികളിൽ. ആരാണത്? വിദ്യാസമ്പന്നരായ ആളുകൾ, നല്ല വിവരമുള്ള ആളുകൾ, സാമ്പത്തിക കഴിവുള്ള ആളുകൾ. ഇവരുടെയൊക്കെ ലിസ്റ്റ് അതിനകത്തുണ്ട് എന്ന് കൂടെ നമ്മൾ ഓർത്തു വെക്കുക. ഒരു സ്വാലിഹാത്തായ പെണ്ണ്, അവൾ അനുസരണയുള്ളവളാണ്, ഹാഫിളാത്തുൻ, സൂക്ഷ്മതയുള്ളവളാണ്, അല്ലാഹ് സൂക്ഷിക്കാൻ പറഞ്ഞതെല്ലാം സൂക്ഷിക്കുന്നവളാണ്. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2ാമത്തെ മര്യാദയാണ് സ്നേഹം കൈമാറുക. നമ്മൾ തിന്നാൻ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്, വീട് വെച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. സ്നേഹിക്കുന്നുണ്ടോ? ആ സ്നേഹം ലഭിക്കാത്തതിൻ്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് സ്നേഹം തേടി നടക്കുന്ന ആളുകൾ. ആ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം വീട്ടിൽ സ്ഥിരമായി ദൈനംദിന ജീവിതത്തിൽ വഴക്കും വക്കാണവുമായി മുന്നോട്ട് പോകുന്നവർ, കണ്ണീരോടെ തലയിണകളിൽ കണ്ണീരൊലിപ്പിച്ച് കഴിഞ്ഞു പോകുന്ന എത്ര ജീവിതങ്ങളുണ്ട്. മനുഷ്യരെ, അമ്മക്ക് എന്തിനാ പടച്ചോനെ കൽബ് തന്നത്? നമുക്കെന്തിനാണ് ഒരു ഇണ തന്ന്? സ്നേഹിക്കാനാണ്. ആ സ്നേഹത്തിന് ഇനി മറുമരുന്നില്ല എന്ന തിരിച്ചറിവുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറെ പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടെന്ന് ചോദിച്ചാൽ അവിടുന്ന് പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഇണയോടാണ് എന്ന് പറഞ്ഞ രംഗം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അവിടുന്ന് പറയുന്നുണ്ട്, ആയിഷ, എനിക്ക് ആയിഷ ബീവിനെയാണ് ഇഷ്ടം. ലോകത്ത് എത്ര ആളുകൾ അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട്. ചോദിച്ച വ്യക്തിൻ്റെ പേര് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. നബി തങ്ങളോട് തിരിച്ചു വെച്ചു, നബി 2ാമത് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? അബൂഹ, അവരുടെ വാപ്പാനെയാണ്. നമ്മുടെ നാട്ടിലെ അമ്മോശൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആരെങ്കിലും പറയുമോ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മോശനെയെന്ന്? കണ്ട മിണ്ടൂല്ല. എത്ര കൊല്ലായി ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോയിട്ട്. ആ മനുഷ്യനെ കാണാൻ ഭാര്യനെ പോലും പറഞ്ഞേക്കാത്ത, ഭാര്യ വീട്ടിലേക്ക് പോണത് എന്തോ കുറ്റകരമായി കാണുന്ന മനുഷ്യന്മാർ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പിന്നെ ആരെയാണ് ഇഷ്ടം? അബൂഹ, അവരുടെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് ഇഷ്ടം. നബി 3ാമത് നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? ഉമർ ഖത്താബ് തങ്ങളെയാണ് ഇഷ്ടം. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആദ്യം നമ്മളെ ഭാര്യൻ്റെ പേര് പറയും. ഏറ്റവും ഇഷ്ടം ആരെയാണ്? എനിക്കെൻ്റെ ഭാര്യയാണെന്ന് നമ്മൾ പറയുമോ? പറയാൻ കഴിയുക എന്നതാണ് ഇസ്ലാമിൻ്റെ അദബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും എണ്ണപ്പെട്ട് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഈ ദുനിയാവിൽ ഒരുപാട് വിഭവം ദുനിയാവിലുണ്ട്, ദുനിയാവിൽ ഒരുപാട് ആനന്ദങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഹുബ്ബിബ ഇലയ്യ മിന ദുനിയ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടകരമായി മാറിയിരിക്കുന്നു അന്നിസാ, സ്ത്രീ അഥവാ എൻ്റെ ഇണകളും, വൽ വത്വീബ്, സുഗന്ധവുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വജുഇല ഖുർറത്തു ഐനി, എനിക്ക് ഏറ്റവും കൺകുളിർമയുള്ളത് എൻ്റെ നമസ്കാരത്തിലാണ്. ആ
ജീവിതത്തെ ഒന്ന് വായിച്ചു നോക്കി. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിലൂടെ കൺകുളിർമയും ആസ്വാദനവും നേടിയെടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ആ ദാമ്പത്യ ജീവിതത്തെ വായിക്കുന്ന ആർക്കും അറിയാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കേണ്ടതുന്ന ഒരു വലിയ നബി തങ്ങളെ ഇത്തിബാ ചെയ്യുക എന്ന രൂപത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർ 11 ഭാര്യമാരുടെ കൂടെ ജീവിച്ചതാണ്. നമുക്കൊന്ന് അല്ലെങ്കിൽ 2 ഇല്ലേ? ശരി, ആ ഭാര്യമാരുടെ കൂടെ ജീവിച്ച നബി തങ്ങൾ അവരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഒരിക്കലും അവരാരും പറഞ്ഞിട്ടില്ല, പറയാൻ അവർക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടൊപ്പമുള്ള ജീവിതത്തെ വായിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും, രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെയും വീട്ടിലൊന്നും കയറും, കുറച്ചേരം വർത്താനം പറയും, വിവരങ്ങൾ ചോദിക്കും, സ്നേഹപങ്കുവെക്കലൊക്കെ കഴിയും. എന്നിട്ട് എല്ലാവരെയും ആ റൗണ്ട് പൂർത്തിയാക്കും. വൈകുന്നേരത്ത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാരെ വീണ്ടും പോയി സന്ദർശിക്കും. എന്നിട്ടും അവരോടൊപ്പമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും, മനസ്സിലാക്കും. എന്നിട്ട് അവസാനം അന്ന് തീരുമാനിക്കപ്പെട്ടത് ആരുടെ ദിവസമാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് എത്തും. സുഖമില്ലാതെ വല്ലാത്ത പ്രയാസമായി കിടക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സമയത്ത് തലകറങ്ങുന്ന അവസ്ഥകൾ വരെ വന്നപ്പോ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നോട്ടെ ഞാൻ എന്ന് അനുവാദം ചോദിക്കുന്ന രംഗന്റെ ഹദീസിൽ. എന്തിന് ഭാര്യമാരോട് പോയിട്ട് ഞാൻ എവിടെ കിടന്നു, ഞാനാണ് തീരുമാനിച്ചാൽ പോരെ? തൻ്റെ ഭാര്യമാരോടുള്ള ആ സംതൃപ്തിയെ മനസ്സിലാക്കി കൊടുക്കുക. എന്ന് മാത്രവുമല്ല, അവിടുത്തെ ഭാര്യമാരും അങ്ങനെ നബി തങ്ങളെ വാനോളം സ്നേഹിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വായിക്കാത്തവരുണ്ടെങ്കിൽ, ബാക്കി എത്രയോ ആയിരക്കണക്കിന് സഹാബ വനിതകളുണ്ടല്ലോ, അതിൽ ഒരെണ്ണമെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ, വിവാഹിതരാണോ, വിവാഹം കഴിക്കാൻ പോകുകയാണോ, ഖദീജ ബീവിൻ്റെ ചരിത്രം വായിക്കും. അങ്ങനെ പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യമാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും അസൂയ തോന്നിയ ഒരു സ്ത്രീയാണ് ആയിഷ ഖദീജ ബീവി. ഇടക്കിടക്ക് നബി ആ പേര് പറയും. മരണപ്പെട്ട് കഴിഞ്ഞിട്ടും നബി തങ്ങൾ പലപ്പോഴും വന്നിട്ട് പറയാറുണ്ട് ആ മഹത്വങ്ങൾ. ഒരിക്കൽ നബി തങ്ങളോട് ചോദിക്കണ്ട, എന്താ നബിയെ നിങ്ങൾക്ക് ഇത്ര പ്രിയങ്കരമാകാനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ഇസ്ലാമിക ദഅവത്തുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ആമൻതു ബിഹാ, അവൾ എന്നിൽ വിശ്വസിച്ചു. ഒരു ഭർത്താവ് എന്ന നിലക്ക് പറഞ്ഞ ആ വിശ്വാസ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടവൾ വിശ്വാസം സ്വീകരിച്ചു. ഞാൻ വഹിയുമായി പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വഹിയുടെ തുടക്ക സമയത്ത് പ്രയാസപ്പെട്ട് ഞാൻ വിറച്ച് പേടിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച് നേരെ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് സമാധാന വാക്ക് പറഞ്ഞു. നമ്മൾ ഒരു വല്ലാത്തൊരു കഷ്ടപ്പാടിലും പ്രയാസത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ സമാധാനം കണ്ടെത്താൻ നമ്മുടെ ഭാര്യയുടെ അടുത്ത് അല്ലേ, മക്കത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, ലഹരി ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും പോയില്ല. എൻ്റെ ഭാര്യ എനിക്ക് ആശ്വാസം തരുമെന്ന ചിന്ത കിട്ടി. നേരെ വീട്ടിലേക്കാണ് പേടിച്ചിട്ട് 600 ചിറകുള്ള മാലാഖ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയ രംഗം പറയുന്നുണ്ട്. ഓടുക. ഖദീജ ബീവി ചോദിക്കണില്ല എന്താ പറ്റി പറഞ്ഞിട്ട് കയറിയാൽ മതി. ഒന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞ് ആശ്വാസം കിട്ടി, ഒരു സമാധാനം കിട്ടിയപ്പോൾ ഖദീജ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ സത്യത്തിൽ പറ്റിക്കണത്? അപ്പം റിലാക്സായി. അപ്പോഴാണ് ഉണ്ടായ സാഹചര്യം പറഞ്ഞത്. അപ്പോഴാണ് ഖദീജ ബീവി തിരിച്ചു പറയേണ്ടത്, നിങ്ങൾക്കത് വേണം, എന്നെ കൊണ്ടുപോവാതെ പോയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണം. നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ടുപോവാതെ ടൂർ പോയി, വജ്ജിൽ ടയർ പഞ്ചറായി, നിങ്ങൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു നോക്കി, അപ്പോൾ വരും കമന്റ് ബാക്കി. ഖദീജ ബീവി പറഞ്ഞ വാക്കാണേ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹ് നിങ്ങളെ കൈവിടൂല. നിങ്ങൾ സാധുക്കളെ സഹായിക്കുന്നയാളാ, കുടുംബ ബന്ധം ചേർക്കുന്ന ആൾ, അങ്ങനെ മഹത്വം പറഞ്ഞു കൊടുക്കുക. ഭർത്താവിൻ്റെ മഹത്വം അങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ നെഗറ്റീവ് പറയാം, പണിക്കോകൂല, പൈസ തരൂല, ഗ്യാസ് കൊടുന്ന് തരൂല, തക്കാളി തരൂല, ഇങ്ങനെ പരാതി പറയാം. ഇത് നേരെ തിരിച്ചാ പറഞ്ഞത്. ഒരുപാട് പ്ലസുകളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അന്നറിയുന്ന പ്രസിദ്ധനായ പണ്ഡിതൻ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്താ ചെയ്യേണ്ടത് കണ്ടോ, ആവശ്യമായ നടപടികൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇതൊരു പ്രവാചകനാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പഠിപ്പിച്ചു.
അവസാനം ഇസ്ലാം സ്വീകരിച്ചു. പരസ്യ പ്രബോധനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പിൽ അങ്ങാടിയിൽ മക്കയിലൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങി. 3 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ശഅബ് അബീ താലിബ് കുന്നിൻ്റെ മുകളിൽ പോയിട്ട് പച്ച വെള്ളം കിട്ടാതെ അല്ലേ ഇലകൾ തിന്നിട്ട് ജീവിക്കുകയാണ്. ആര്? സമ്പന്നയായ ഖദീജ ബീവി. എന്താ പറയേണ്ടത്? നിങ്ങളെ കൂടെ കൂടിയതിന് ശേഷം ഞാനാകെ നശിച്ചു. നമ്മളെ കൂടിയിൽ ഇടക്കിടക്ക് വരുന്ന വാക്കാണ്. നിങ്ങളപ്പം കൂടിയതിന് ശേഷം ഞാനാകെ പെട്ടു, ഞാൻ കുടുങ്ങി. 3 കൊല്ലം നരകയാതന എന്നൊക്കെ പറയില്ലേ, അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റൂല, ബഹിഷ്കരണം ഏർപ്പെടുത്തി, ഭക്ഷണമില്ല, അങ്ങനെ സഹിച്ചു. അവിടെ 3 കൊല്ലം ഒരുമിച്ച് അവർ താമസിച്ചു. കല്യാണം കഴിഞ്ഞ അന്ന് വൈകുന്നേരത്ത് അബൂജഹലും സംഘങ്ങളും വന്നിട്ട് പറയുന്നുണ്ട്, ഓ എൻ്റെ ഖദീജ, ഈ നാട്ടിൽ എത്ര പൈസക്കാർ വന്ന് അന്വേഷിച്ചു, എത്ര തറവാടികൾ വന്നു, അവസാനം ഈ പൈസ ഇല്ലാത്ത ദരിദ്രനായ മുഹമ്മദിനെയാണോ നീ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ച് വല്ലാതൊന്ന് കളിയാക്കി. അപ്പോൾ ഖദീജ ബി നേരെ അവർ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന സമ്പത്ത് കൊടുന്നിട്ട് നേരെ നബി തങ്ങളുടെ കൈ കൊടുന്നിട്ട്, ഇതാ പഴയ ദരിദ്രനായ മുഹമ്മദ് അല്ല, പണാണ്, ഇനി നിങ്ങൾ ആ വാക്ക് പറയരുത്. തൻ്റെ ഭർത്താവിനെ കുറിച്ചൊരു ആക്ഷേപം പറയുന്നത് പോലും ഖദീജ ബീവിക്ക് ഇഷ്ടം. നമ്മൾ കിട്ടിയ ഫോൺ ആകെ വിളിച്ച് പറയാനുള്ളത് മാപ്പിളൻ്റെ കുറ്റം കുറവൊക്കെ നമുക്ക് ആകെ മണിക്കൂറിൽ പറയണ്ടാവും. അവിടെ എല്ലായിടത്തും ഒരു മാതൃക നോക്കി നിങ്ങൾ അവിടുന്ന് സമ്മതിച്ചില്ല പറയാൻ. ശഅബ് അബീ താലിബ് കുന്നിൻ്റെ ചെരുവെന്ന് താഴെ ഇറങ്ങിയിട്ട് പിന്നീട് ഖദീജ ബീവിൻ്റെ വീട്ടിലുള്ള താമസം സുഖമില്ലാതെയായി. ഖദീജ ബീവിക്ക് വല്ലാത്ത പ്രയാസമായി. സുഖമില്ലാതെയിട്ട് കൈകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ച് നബി ഇങ്ങനെ കുറേ വർത്താനൊക്കെ പറയും. ലാസ്റ്റ് മരിക്കുന്നൊരു ഘട്ടം പോലെ തോന്നിയപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ കൈ പിടിച്ച് കരയാൻ തുടങ്ങി. ആ സമയത്ത് മരിക്കുന്നതിൻ്റെ നിമിഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഖദീജ ബീവി പറയുന്നുണ്ട്, നബിയെ നിങ്ങൾ വിഷമിക്കരുത്, ഞാൻ മരിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പകരം ഇണകളെ തരും, ഞാൻ മരിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് നല്ല സന്താനങ്ങളെ തരും, നബിയെ നിങ്ങൾ വിഷമിക്കരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളും നമ്മുടെ ഇണയുമായുള്ള ജീവിതം എന്താണ് എന്ന് ആലോചിച്ച് നോക്കി. ചരിത്രത്തിലെ ഒട്ടനേകം മനുഷ്യന്മാർ അവർ അവരുടെ ദാമ്പത്യത്തെ കൃത്യമായി ഭദ്രമായി സുരക്ഷിതമായി ക്രമീകരിച്ചതുകൊണ്ട് സ്വർഗം നേടാനുള്ള വഴി അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ തൃപ്തിയോടെ മരിക്കാൻ കഴിയുക. കല്യാണം കഴിഞ്ഞ് 4-ാമത്തെ മാസം ആക്സിഡന്റ് സംഭവിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 4-ാമത്തെ മാസം ആള് കിടപ്പിലാകുന്നു, പാരലൈസ്ഡ് ആകുന്നു. അവസാനം ഈ ഭർത്താവ് പറയാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും കല്യാണം നോക്കി, എൻ്റെ കാര്യമൊക്കെ കൈവിട്ട അവസ്ഥയിലാണുള്ളത്. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളെ മതി. ചെറുപ്പക്കാരിയായ ആ സഹോദരി പറഞ്ഞു, എനിക്ക് നിങ്ങളെ മതി, നിങ്ങളെ നോക്കി മരുന്ന് തന്ന് നിങ്ങളെ കൂടെ നിന്ന് നിങ്ങൾ പരിചരിച്ചാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട. 44 കൊല്ലാണ് കടന്നത്, 44 കൊല്ലം. അതാണ് ദാമ്പത്യം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അത് പഠിപ്പിക്കുന്നത് മഹത്തരമായ സന്ദേശമാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള മഹനീയമായ ഈ അനുഗ്രഹത്തെ ഒരു ഭർത്താവും തിരിച്ചറിയണം. ഞാൻ എൻ്റെ ഭാര്യയോടുള്ള കടമകൾ പാലിക്കണം, ഞാൻ അവരോട് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാറുണ്ടായിരുന്നു. എന്താ ചില കാര്യങ്ങൾ പറയൂല, പറയാതെ മനസ്സിലാക്കാൻ കഴിയേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സ്ത്രീകൾ എല്ലാം അങ്ങനെ പറയൊന്നുമില്ല, അവർക്ക് ഉള്ളിൽ പലതും വെച്ചോണ്ടേക്കും സംസാരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കൽ ആയിഷ ബീവിനെ പറ്റി പറയാൻ നബി തങ്ങൾ ചെന്നിട്ട് പറയാൻ, ആയിഷ നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ, നീ നല്ല ഹാപ്പി ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അതെങ്ങനെ മനസ്സിലാകുക? സംസാരിക്കണതിൻ്റെ ഇടയിൽ ഫല്ലാഹി ഫവറബ്ബി മുഹമ്മദിൻ ഇടക്കിടക്ക് പറയുന്നുണ്ടെങ്കിൽ അപ്പം എന്നോട് ഭയങ്കര മഹബത്തുള്ള സമയമായിരിക്കും. എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ അല്പം ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ അപ്പോൾ നീ പറയാറുള്ളത് ഫവല്ലാഹി റബ്ബ ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ റബ്ബാണ് സത്യം എന്നിട്ടാണ് പറയൽ. അപ്പോൾ ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയുടെ സംസാരത്തിലും മുഖഭാവത്തിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലും നടക്കുന്ന അവസ്ഥകളെ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. ആയിഷ ബീബി അങ്ങനെ തന്നെ ആയിരുന്നു. നബി തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് കിടക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ കയറി വരുന്നു ആയിഷ ബീബിൻ്റെ. അപ്പം ഇങ്ങനെ അറാക്കിൻ്റെ കൊള്ളി കൊണ്ട് പല്ല് തേക്കുന്നുണ്ട്. നബി അറാക്ക് തരണമെന്നോ എനിക്ക് അറാക്ക് വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അയ്മക്ക് ഇങ്ങനെ നോക്കണ് കണ്ടപ്പോൾ തന്നെ ആയിഷ ബീബി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പല്ല് തേക്കണമെന്നുണ്ടോ, നിങ്ങൾക്ക് എന്താ അറാക്ക് വേണമെന്നുണ്ടോ, നിങ്ങൾക്ക് എന്താ മിസ്വാക്ക് വേണമെന്നുണ്ടോ? ആ തലാട്ടി.
ആ അറാക്ക് ചവച്ച് അരച്ച് വൃത്തിയാക്കിയിട്ട് നബിതങ്ങൾ ആ അറാക്കിൻ്റെ കൊള്ളിയോട് പല്ല് തേപ്പിച്ചു കൊടുത്തത് ആയിഷ ബീവി പറഞ്ഞല്ലോ, എൻ്റെ ഉമിനീരും നബിതങ്ങളുടെ ഉമിനീരുമാണ് ലാസ്റ്റ് മിക്സഡ് ആയത്. ഇതൊക്കെ ഒരു ദാമ്പത്യത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുഭവം. അവസാന നിമിഷത്തിലും ഇല്ല മരിച്ചാലും തീരാത്ത ഒരു ബന്ധമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജീവിതത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകാൻ അവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെ പറയാറുണ്ട്, ഞങ്ങൾ അണിഞ്ഞൊരുങ്ങാറുണ്ടായിരുന്നു ഭാര്യമാർക്ക് വേണ്ടി. നമ്മൾ പെണ്ണുങ്ങൾ ഒരുങ്ങണമെന്ന് എല്ലാവരും പറയലുണ്ട്, ആണുങ്ങൾ വേർത്ത് നാറിയിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക. ഓല അങ്ങാടി കൂടെ ആടിൻ്റെ മാതിരി പലതും തിന്നിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വരിക, പല്ല് തേക്കുക, വൃത്തിയാക്കിയ കാര്യങ്ങളോ ഇല്ല. താടിയും മീശയും വൃത്തിയാക്കുന്ന സ്വഭാവമുണ്ടോ? കക്ഷരോമം ഗുഹ്യരോമങ്ങൾ 40 ദിവസത്തിലധികം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വയം നമ്മളോട് സ്വയം ചോദിക്കുക, കുളിച്ച് വൃത്തിയായിട്ടാണോ റൂമിൽ പോകാറുള്ളത്? അല്ല, എല്ലാ ജോലിയും കഴിഞ്ഞ് അവസാനം അങ്ങനെ തന്നെയാണോ നമ്മളും പോകാറുള്ളത്? നമ്മൾ സഹോദരിമാരെ പറ്റി പറയും, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. രണ്ടു പേരും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുങ്ങുക എന്നത് വലിയ പ്രാധാന്യത്തോടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇന്നി ഉഹിബ്ബു, എനിക്കിഷ്ടമാണ്, അൻ അതസയ്യന, അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ, ലിൽ മർഅതി, എൻ്റെ ഭാര്യമാർക്ക് വേണ്ടി. അവർ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ നിബിതങ്ങൾ വീട്ടിലെത്തിയാൽ സലാം പറഞ്ഞ് ബിസ്മി ചൊല്ലി വീട്ടിൽ കയറിയാൽ പല്ല് തേക്കാറുണ്ടായിരുന്നു. ചെറിയ കാര്യമല്ല, വായ വൃത്തിയാക്കുക. ഈ സിഗരറ്റ് വലിച്ച് ഹാൻഡ്സ് വെച്ച് നടക്കണ മനുഷ്യൻ തൻ്റെ ഭാര്യനോട് ചെയ്യുന്ന ക്രൂരത വായിക്കങ്ങൾ. അയാൾക്ക് അയാളുടെ പേരക്കുട്ടിനെ ചുംബിക്കാൻ കഴിയുമോ? അയാളുടെ ഭാര്യയോടൊരു മാന്യമായി പെരുമാറാൻ കഴിയുമോ? സിഗരറ്റുമായി ബന്ധപ്പെട്ടതിൻ്റെ ആ ദൂരെയുള്ള ഒരു മണം പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ആലോചിക്കും. ചില ആൾക്കാർക്ക് പരസ്യമായി അങ്ങാടിയിൽ വലിക്കാൻ പറ്റില്ല, പോലും ഭാര്യൻ്റെ പോയിട്ട് റൂമ് പോയിട്ടേക്കും വലിക്കുക. എന്നിട്ട് അതിൻ്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന അവസ്ഥകൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുടെ കഥ ഇതിൽ നിന്ന് പഠിക്കണം. നബിതങ്ങൾ പല്ല് തേച്ച് വൃത്തിയാക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹ് ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. നമ്മുടെ സൗന്ദര്യം, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലാണ് അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ഒരുങ്ങാനുള്ള അവസരം. ഇത് പുറത്തിറങ്ങാൻ നേരത്താണ് ഇവിടെ മേക്കപ്പ് കഴിയാതിരിക്കുക. അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ 1/2 മണിക്കൂർ കണ്ണാടിൻ്റെ മുമ്പിലായിരിക്കും. അതേ സമയത്ത് ഭർത്താവ് അവിടെ ഉണ്ട്, ഭർത്താവ് വരുന്നുണ്ടെന്ന് പറഞ്ഞാലോ പ്രത്യേകിച്ച് ഇപ്പം ഒന്നുമില്ലല്ലോ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ആ മനുഷ്യന് വേണ്ടി ഒരുങ്ങാൻ, സുഗന്ധം പൂശാനും അണിഞ്ഞൊരുങ്ങാനുമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാരും. നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലൊക്കെയുള്ള യാത്രാ സംഘങ്ങളെ പറഞ്ഞയക്കും. അപ്പോൾ പ്രത്യേകിച്ച് മദീനത്ത് ജീവിക്കുന്ന കാലത്ത് പല പ്രദേശങ്ങളിലേക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനൻ്റെ ബോർഡർ എത്തുന്നതിൻ്റെ മുമ്പ് വണ്ടി നിർത്തും. 2 ആളെ പറഞ്ഞേക്കും, ടീം വരുന്നുണ്ട്, ഓരോടൊക്കെ ഒന്ന് ശരിയാക്കാൻ പറഞ്ഞേ, വീടൊന്ന് വൃത്തിയാക്കുക, ഭർത്താവും ടീമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും വേണ്ട, എല്ലാ ഒരുക്കങ്ങളിലും പെട്ടു. ഒന്ന് ഒരുങ്ങിയിരിക്കാൻ അവരോട് പറഞ്ഞിട്ട് അവർ പോയി വിവരം പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഈ യാത്രാസംഘം മദീനത്തേക്ക് കയറിപ്പോവുക. നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വിളിച്ചു പറയുക, അത് സർപ്രൈസ് ഉണ്ട് കണ്ടാ വരിക. ഓളാണെങ്കിൽ ഏത് കോലത്തിലാണ് നിൽക്കേണ്ട, ഓളന്ന് അവിടെ കുടിയിലുണ്ടോയെന്ന് തന്നെ അറിയാത്ത അവസ്ഥയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്നും ഒരു നല്ല രീതിയല്ല, അതൊന്നും ആവശ്യവുമില്ല. ആയാതി കാട്ടിക്കൂട്ടലുകൾ നമുക്ക് ആവശ്യവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. അതോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല മാതൃകാ ദാമ്പത്യത്തിൽ പെരുമാറ്റം അനിവാര്യമാണ്. നമുക്കിടയിലുള്ള ഏറ്റവും വലിയ വില്ലൻ നമ്മളെ രണ്ടാളുടെയും സ്വഭാവ പ്രശ്നങ്ങളാണ്. ഓൾക്ക് ദേഷ്യമാണ്, ഇയാൾക്ക് പെരുന്തേശാണ്. ഓൾക്ക് കോപമുണ്ട്, ഇയാൾക്ക് മുൻകോപമുണ്ട്. പിന്നെ അങ്ങോട്ട് 2 പേരും കൂടി ഇങ്ങോട്ട് ഒരാൾ വയലൻ്റ് ആകുമ്പോൾ മറ്റാൾ ഡബിൾ വയലൻ്റ് ആവട്ടെ പോകണം. ഒരാൾ വയലൻ്റ് ആകുമ്പോൾ ഇപ്പുറത്ത് സൈലൻ്റ് ആവണ്ടേ? അതൊന്നുമില്ല. എന്നിട്ട് 2 ആളും കൂടി ഇങ്ങനെ ഇടയിൽ കുട്ടികൾ ഇങ്ങനെ പിന്നെ പലചരക്ക് കടയിൽ എലി വട്ടമാതിരി കടന്ന് നട്ടം തിരിയാ കടന്നിട്ട് എവിടേക്ക് ഐറ്റങ്ങൾ പോകണ്ടെന്ന് അറിയാഞ്ഞിട്ട് അങ്ങനെ എത്രയോ നമ്മുടെ മക്കളൊക്കെ ഈ ലഹരികളിലേക്കും വേണ്ടാത്ത കാര്യങ്ങളിലേക്കും പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ വായിച്ചു നോക്കിയും. വീട്ടിൽ നിന്ന് സ്വസ്ഥമായ അന്തരീക്ഷം ഇല്ലാത്തവരുടെ കുട്ടികളുടെ ജീവിതം അങ്ങേയറ്റത്തെ പ്രത്യാസങ്ങളിലൊക്കെ പോണത്. ജുവൈനൽ ഹോമുകളിൽ കിടക്കുന്ന ഒരുപാട് കുറ്റവാളികളുണ്ട്. ഈ കുറ്റവാളികളുടെയൊക്കെ ലൈഫ് നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയും അവരുടെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഉണ്ടായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ അവരുടെ ജീവിതത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു ഭാര്യ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരുടെ മുമ്പിലാണ്? തൻ്റെ ഭർത്താവിൻ്റെ. ഒരു ഭർത്താവ് ഏറ്റവും നല്ല ഡീസൻ്റ് ആവേണ്ടത് അവിടെ പള്ളിയിലാണോ, പ്രസ്ഥാനത്തിലാണോ, അങ്ങാടിയിലാണോ? ഏറ്റവും നല്ല മാന്യനാവേണ്ടത് ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും,
നിങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ. ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അവനാണ്. അതേപോലെ തന്നെ ഒരു പെണ്ണ് അവൾ ഭർത്താവിനെ എപ്പോഴാണോ സന്തോഷിപ്പിക്കുന്നത് അപ്പോഴാണ് അവൾ നല്ല പെണ്ണാകുന്നത്. ഇത് കുടിക്കത്തോളം അയാൾ നല്ല ഹാപ്പി ആയിരിക്കും. വീട്ടിലെത്തി 3 മിനിറ്റ് കഴിഞ്ഞാൽ അയാൾ മൂഡ് സിങ്ങായി. എന്താ മൂഡ് സിങ്ങാവാനുള്ള കാരണം? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മേക്കെട്ട് കയറും, പരാതികൾ പറയും, അമ്മായിമാൻ്റെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മാൻ്റെ കുറ്റം വന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അനിയത്തിൻ്റെ ഏട്ടൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അത് പറഞ്ഞ ആ മനുഷ്യൻ്റെ എല്ലാ മൂഡും തകർക്കുന്ന അവസ്ഥ നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് പറയാറുണ്ട്. മറ്റൊരു സ്വഹാബി വന്നിട്ട് തൻ്റെ ഭാര്യൻ്റെ അടുത്ത് കിടന്ന് രാത്രിയിൽ ശയ്യ പങ്കുവെച്ചിട്ട് എന്നിട്ട് കുട്ടി മരിച്ച വിവരമൊക്കെ ഇങ്ങനെ പറഞ്ഞ കഥയൊക്കെ കേൾക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അവസ്ഥ എന്താണെന്ന് ആലോചിക്കും. നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ ആരാണ് അയ്യുന്നിസാഇ ഖൈർ, ഏറ്റവും നല്ല സ്ത്രീ ആരാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, അല്ലതി തസുറുഹു ഇദാ നദറ ഇലൈഹ, നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ് നല്ല ഒരു പെണ്ണ്. വതുതിഉഹു ഇദാ അമറ, നീ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നവളാണ് നല്ല ഒരു പെണ്ണ്. വലാ തുഖാലിഫുഹു ഫീമാ യക്റഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലി, അദ്ദേഹത്തിന്റെ സമ്പത്തിലും അവളുടെ ശരീരത്തിലും അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാത്തവളാണ് ഒരു നല്ല പെണ്ണ്. നമ്മളെ ഭർത്താവിന് ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമില്ലെങ്കിൽ അത് പിന്നെ നമ്മൾക്ക് എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും പിന്നെ സ്റ്റോപ്പാണ്. ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തെ മാനിക്കുന്നവരായിരിക്കും എന്നർത്ഥം. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രവേശിക്കാനുള്ള കാരണം എന്താ നബിയെ? എന്ത് കാരണം കൊണ്ടാ സ്ത്രീകൾ ഇത്രയും നരകത്തിൽ പോകാനുള്ള കാരണം? തക്ഫുർനൽ ലഅന, ശാപവാക്ക്, അവൾ തക്സുർനൽ ലഅന, ശാപവാക്ക് അധികരിപ്പിക്കും. വതക്ഫുർനൽ അശീറ, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന സ്വഭാവം കൂടുതലായതുകൊണ്ടാണ്. ആ മനുഷ്യൻ വിയർപ്പധ്വാനിക്കുന്ന നമ്മളെ ഭാര്യമാര് ഭർത്താക്കന്മാർ ചെയ്യുന്ന ജോലിക്കൊന്ന് ഒരു ദിവസം പോയി കാണണം. ഇപ്പോൾ രമണങ്ങാടി കൂടെ പോയി നോക്കി, നട്ടുച്ച വെയിലത്ത് നമ്മൾ AC ഇട്ട് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ആ റോട്ടിൽ അധ്വാനിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ടാവുമല്ലോ. ഓലെ ലൈഫ് പഠിച്ചു. റെയിൽവേ ട്രാക്കിൽ ജോലി ചെയ്യണവർ, നടു റോട്ടിൽ ടാറിങ് ചെയ്യുന്നവർ, ഓർക്കൊക്കെ ഭാര്യ ഉണ്ടാവും. ഈ ഭാര്യമാർ ആ രൂപത്തിൽ ആ മനുഷ്യനെ പരിഗണിക്കാറുണ്ടോ? ഇത്രയേറെ നമുക്ക് വേണ്ടി സ്വപ്നങ്ങൾ മാറ്റിവെച്ച് സന്തോഷങ്ങൾ മാറ്റിവെച്ച് ഉരുകിത്തീരുന്ന ആ മനുഷ്യൻ്റെ സമ്പത്തിനോടും അധ്വാനത്തിനോടും ആ ജീവിതത്തിനോടും സ്വപ്നങ്ങളോടും ഒരു ഇഷ്ടവും മഹബത്തും പരിഗണനയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ജോലിയിലും മറ്റുമൊക്കെ വീട്ടുജോലികളിൽ ഭർത്താവ് ഭാര്യനെ സഹായിക്കുന്നു, ഭാര്യ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോകുമ്പോൾ സഹായിക്കുന്നു. എന്താണ് കഴിയുന്നതെങ്കിൽ കഴിയുന്ന പോലെ പരസ്പരം സഹായിക്കുന്ന ജീവിത വ്യവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാറുണ്ട്, പെണ്ണേ നിന്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റം നന്നാക്കിക്കോ. ഹുവ ജന്നതുകി വനാറുകി, അദ്ദേഹം നിന്റെ സ്വർഗമാണ്, അദ്ദേഹം നിന്റെ നരകമാണ്. നമ്മളെ സ്വർഗം നരകം തീരുമാനിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം ഈ ദാമ്പത്യത്തിൻ്റെ പേര് പറഞ്ഞ്, ഭാര്യൻ്റെ പേര് പറഞ്ഞ്, ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ പരലോകം നമ്മൾ കളയരുത്. എന്താ പള്ളി പോകാത്ത? അവിടെ കുടിയിൽ ഭാര്യ കുട്ടിയൊക്കെ ഉണ്ട്, എന്താ ഇവിടെ ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങളുടെയും മുമ്പിൽ ഇയാൾ തടസ്സം പറയാം. എന്താ? ഭാര്യ മക്കള്, ഭാര്യ ഭർത്താവ് കുടുംബം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് നമ്മളെ പണിയാണ്. നേരത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു. അതേപോലെ നമ്മുടെ ഭാര്യ നരകത്തിൽ പോകാതിരിക്കാൻ, നമ്മുടെ ഭർത്താവ് നരകത്തിൽ പോകാതിരിക്കാൻ, അയാളൊരു മോശം കൂട്ടുകെട്ടിൽ പോകാതിരിക്കാൻ, അയാളെ ദുശ്ശീലങ്ങൾ വരാതിരിക്കാൻ, അയാൾക്ക് വേണ്ടാത്തരങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ ഒരു ഭാര്യ വേണ്ടുന്ന അത്യാവശ്യ ജാഗ്രതയുണ്ടാവണം. എൻ്റെ ഭാര്യ എന്ന നിലക്ക് അവളുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആവശ്യങ്ങളെ ഞാൻ പരിഗണിക്കുന്നവളാകണം, അവളോട് സംസാരിക്കുന്നവളാകണം, അവളോട് സ്നേഹിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാവണം. നിങ്ങൾ ഒരിക്കലും പരലോകത്തിൻ്റെ കാര്യത്തിൽ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, അല്ലാഹനെ മറക്കരുത്. നിങ്ങളുടെ സമ്പത്തിൻ്റെയും സന്താനത്തിൻ്റെയും കാര്യങ്ങളിൽ അള്ളാഹുവിനെ വിസ്മരിക്കുന്ന അവസ്ഥയുണ്ടാവരുത്. നാളെ പരലോകത്ത് നരകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിപ്പെടുക. ആ സമയത്ത് ചില മനുഷ്യന്മാർ പറയും, എൻ്റെ കുട്ടികളെ തരാ, എൻ്റെ ഭാര്യനെ തരാ, എന്നൊന്ന് രക്ഷിക്കൂ നരകത്തുനിന്ന്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ, നമ്മൾ പൊന്നുപോലെ സ്നേഹിച്ച, രാത്രി ഉറക്കമൊഴിച്ച, താരാട്ട് പാട്ടുപാടിയ, സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ അർപ്പിച്ച സ്വന്തം കുട്ടിനെ ഞാൻ നരകത്തേക്ക് തര പടച്ചോൻ, എനിക്ക് പ്രശ്നമില്ല, എന്നെ രക്ഷിക്കൂ. വസാഹിബതിഹി വഅഖീ, എൻ്റെ സഹധർമ്മിണിയായ ഭാര്യയെ തരാ. എൻ്റെ ശരീരത്തിൻ്റെ ചൂടും ചൂരും പങ്കുവെച്ച, ജീവിതത്തിൻ്റെ വലിയ ഒരു കാലം ഒരുമിച്ച് ഒരിക്കലും പിരിയാതെ നിന്ന എൻ്റെ ഭാര്യയെ, എൻ്റെ സഹധർമ്മിണിയെ നരകത്തിലേക്ക് തരാ, എന്നൊന്ന് രക്ഷിക്കൂ.
എൻ്റെ സഹോദരന്മാരെ തരാ, വഫസീലതിഹില്ലതി തുവീ, എനിക്ക് അഭയം നൽകിയ കുടുംബക്കാരെ മൊത്തം തരാ, വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലെ മൊത്തം മനുഷ്യരെ തരാ, എന്നൊന്ന് രക്ഷിക്കൂ. നമ്മുടെ ജീവിതം, നമ്മുടെ ദാമ്പത്യം, നമ്മുടെ മക്കൾ നമുക്ക് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ കൂടെ പറ്റുന്നതാവണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, പരസ്പരം ദാമ്പത്യത്തിലുണ്ടാകുന്ന പോരായ്മകൾ, കുറവുകൾ, ആരാ തികഞ്ഞവരുള്ളത്? ആരുമില്ല. ആ പോരായ്മകൾ ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, അഫുവിന്റെ മഹത്വം പഠിച്ചവരാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹ് എനിക്ക് മാപ്പ് തരണേ എന്ന് പറയുന്നവരാണ്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം. ക്ഷമിക്കേണ്ടുന്ന ക്ഷമ പഠിപ്പിച്ച മാസമാണ്. ദാമ്പത്യത്തിലുണ്ടാകുന്ന ഏത് പൊരുത്തക്കേടുകളെയും പ്രയാസങ്ങളെയും ക്ഷമിക്കാൻ കഴിയണം. യാതൊരു നിലക്കും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്നൊരിക്കലും ഇസ്ലാം പറഞ്ഞില്ല. അവിടെയാണ് പിരിയേണ്ടവരുണ്ടെങ്കിൽ പിരിയണം. അതിനാണ് ത്വലാഖ്. ജീവിതം അങ്ങനെ തീർക്കേണ്ടതില്ല. ജീവിതത്തിനൊരു മൂല്യമുണ്ട്, ജീവൻ ഒരു വലിയ വിലയുള്ളതാണ്. പക്ഷേ കേരളത്തിൻ്റെ വാർത്തകൾ വായിച്ച നിങ്ങൾ ശ്രദ്ധിച്ചു കാണൂ. 2024 ഇന്ത്യയിൽ കേരളത്തിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന സംസ്ഥാനം കേരളമായിരുന്നു. 2024 10,779 പേരുടെ ജീവനാണ് ആത്മഹത്യ കൊണ്ടുപോയത്. അതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു. കല്യാണം കഴിയാത്തതുകൊണ്ടല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുടുംബമായി ജീവിക്കുന്ന ആളുകളിലായിരുന്നു. 2 തൊഴിലില്ലായ്മയായിരുന്നു, 3 ലഹരിയും വിഷാദ രോഗങ്ങളുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് കണക്കിൽ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്, 18 വയസ്സിൻ്റെയും 45 വയസ്സിൻ്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരിലായിരുന്നു ആത്മഹത്യ കൂടുതൽ. 10 ആളുകളെ എടുത്താൽ 8 പേർ പുരുഷന്മാരായിരുന്നു. ഇതൊക്കെ നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങണം, പഠിക്കണം. കൗൺസിലർമാരും മോട്ടിവേറ്റർമാരുമായിട്ട് പലരും പല നാട്ടിൽ പലതും നടന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ദീനാണോ, ഇസ്ലാമികമായി യോജിക്കാവുന്ന കാര്യമാണോ, ഒന്നും അവർക്ക് ആവശ്യമില്ല. എന്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീന് കൊണ്ട് മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ദീനിനെ കൃത്യമായി പഠിച്ച് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ ഇസ്ലാമിൻ്റെ മനോഹരമായ ആ രൂപത്തെ, ആ കൃത്യമായ അദബിനെ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ശ്രമം അല്ലേ. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയണ്ടായി. ഉമ്മു സലമ ബീവിനോട് വന്ന ആളുകൾ പറയുന്നുണ്ട്, നബി തങ്ങൾ പോലും വന്ന് പറഞ്ഞു, ഉമ്മു സലമ നീ ക്ഷമിക്ക്. ഭർത്താവ് മരിച്ചപ്പോൾ ഉമ്മു സലമ ബീവി തിരിച്ചു പറഞ്ഞ വാക്കുണ്ട്, ഈ അബൂ സലമയേക്കാൾ മികച്ച ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമോ വേറെ? അങ്ങനെ നമ്മുടെയൊക്കെ ദാമ്പത്യത്തിൽ, നമ്മുടെ വീട്ടിൽ ഈ വാക്കുകൾ, ഇയാളെ കിട്ടിയതെൻ്റെ ഭാഗ്യമാണ്, ഇയാളെപ്പോലത്തെ ഒരാളെനിക്ക് കിട്ടിയതെൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്ന ഭാര്യമാരുണ്ടാകണമെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാരും തിരിച്ചുമൊക്കെ ഈ വിഷയത്തിൽ കുറ്റങ്ങൾ, കുറവുകൾ പരമാവധി ലഘൂകരിച്ച് പരസ്പരം നസീഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെ പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് ഏവർക്കും, ഞാൻ ഈ പറഞ്ഞതെല്ലാം ആദ്യം എന്നോടാണ്, പിന്നീടാണ് നിങ്ങളോടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും ഹൈറായ നന്മയുള്ള ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നരകത്തിൻ്റെ വിറകായി മാറുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും ഇണകളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ വിശാലമായ മാപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.